പറയുന്നു. സുബ്രഹ്മണ്യൻ ചേരുന്നുണ്ട് പെരുമ്പാവൂരിൽ നിന്ന്. സുബ്രഹ്മണ്യൻ, നമുക്കിങ്ങനെ പ്രേക്ഷകർ ധാരാളം ഉള്ളതുകൊണ്ടാണ് ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം. 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 സതീശൻ പൊളിക്കും, പൊളിച്ചടുക്കും. പൊളിച്ചടക്കും. അപ്പൊ നിങ്ങളെ നാട്ടിലൊക്കെ ആഘോഷമൊക്കെ നടക്കുന്നുണ്ട്, എന്താ സംഭവിക്കുന്നത്? ആവേശം നടക്കുന്നുണ്ട്. റോഡിൽ കൂടി ജാഥ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചു പോകുന്നുണ്ട്. ആണോ? അപ്പൊ ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ സതീശന്റെ അകത്തുള്ള പ്രശ്നമൊന്നും ബാധിക്കില്ല. സതീശൻ നേരെ സ്ട്രേറ്റ് ആയിട്ട് മുന്നോട്ട് പോകും. ആക്ഷൻ മാത്രം, റിയാക്ഷൻ ശ്രദ്ധിക്കുന്ന ഒരാളല്ല. ആരും പറയാത്ത പല കാര്യങ്ങളും ഇലക്ഷന് സമയത്ത് വെട്ടിത്തുറന്ന് പറഞ്ഞ ഒരാളാണ്. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് വേണ്ടത്. ഞങ്ങളൊക്കെ വളരെ സന്തോഷത്തിലാണ്. ഒരു സന്തോഷത്തിനെ പറഞ്ഞിട്ട് നിർത്താം. എന്റെ ഭാര്യ സിംഗപ്പൂരിൽ ഇരുന്ന് നമ്മുടെ പരിപാടി കൃത്യം 4 മണി തൊട്ട് 5 മണി വരെ എന്നും കാണുന്നുണ്ട്. ഞങ്ങൾ അഭിപ്രായങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട്. സിംഗപ്പൂരിൽ നിന്ന് പറയുമ്പോൾ 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അവിടെ 6:30 ആവും നമ്മുടെ പരിപാടി തുടങ്ങുമ്പോ. സിംഗപ്പൂരിലിരുന്ന് നമ്മുടെ പരിപാടി കാണുകയാണ് ഭാര്യ, ഭർത്താവ് പെരുമ്പാവൂരിലിരുന്ന് കാണുകയാണ്. അപ്പൊ നമ്മുടെ പരിപാടി അങ്ങനെ ഒരു ആഗോള ആശയവിനിമയ പരിപാടിയായി മാറുകയാണ്. ഞാൻ അവിടെ പരിചയപ്പെടുത്തിയപ്പോ അതിനുശേഷം അവള് നമ്മുടെ 4 മണി തൊട്ട് 5 മണി വരെ എന്ത് പണി ഉണ്ടെങ്കിൽ ഹോംമെയ്ഡായിട്ട് വർക്ക് ചെയ്യാണ്. എന്ത് പണി ഉണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ട് നമ്മുടെ ചാനലിൽ ചേരും. അപ്പൊ ഭർത്താവിന്റെ പ്രതികരണങ്ങൾ എങ്ങനെയുണ്ടെന്ന് ഭാര്യ വിലയിരുത്തുന്നുണ്ട് അല്ലേ? അപ്പൊ ഏതായാലും സന്തോഷം. ഭാര്യയ്ക്കും യൂട്യൂബിൽ വായിച്ചതുപോലെ മനസാറിനെ കാണുന്നതും ഞങ്ങൾക്കൊരു സന്തോഷമാണ്. ഭാര്യ മനസാറിന് പേരിട്ടുണ്ട്, അത് പറയുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല, നല്ല പേരല്ലേ? കോട്ടൂരാൻ കോട്ട ഉള്ളത് കൊണ്ട് കോട്ടൂരാൻ. ശരി, കൊള്ളാം. അപ്പൊ ഭാര്യ എന്താ ചെയ്യുന്നത്? ഭാര്യ അവിടെ ഹോം നേഴ്സായിട്ട്. ഓക്കെ. അപ്പൊ നഴ്സിംഗ് രംഗത്താണ്. അത് ഒരു വലിയ മഹത്തരമായ ഒരു ജോലി കൂടിയാണ്. കാരണം ആളുകളെ പരിചരിക്കുക എന്നത്, അല്ലെങ്കിൽ നഴ്സിംഗ് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും നമ്മൾ ഭൂമിയിലെ മാലാഖമാർ എന്നാണ് അവരെ വിശേഷിപ്പിക്കാറുള്ളത്. ഏതായാലും അത് അത്തരം മഹത്തരമായ ജോലി ചെയ്യുന്ന ഒരാൾ നമ്മുടെ പൊതുവേദിക്കൊപ്പമുണ്ട് എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷം. മാത്രമല്ല അവിടുത്തെ കുടുംബാംഗങ്ങൾ കൂടെ ഉണ്ട്. പെരുമ്പാവൂരിൽ നിന്ന് വിളിക്കുന്നത് സുബ്രഹ്മണ്യൻ നീയാണോ എന്ന് എന്നോട് ചോദിച്ചു കുറച്ചു കഴിഞ്ഞപ്പോ. ശരി. അപ്പൊ ഏതായാലും അവിടെയുള്ള സിംഗപ്പൂരിലെ സുഹൃത്തുക്കൾക്കും നമ്മുടെ മറ്റു മലയാളികൾക്കും സിംഗപ്പൂറുകാർക്കും ഒക്കെ എൻ്റെ ആശംസകൾ അറിയിക്കാൻ ഭാര്യയോട് പറയണം.